ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ ആദ്യ റൗണ്ട് പോരാട്ടങ്ങൾ അവസാനിച്ചപ്പോൾ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ടീമുകളിൽ ഒന്ന് അർജന്റീന തന്നെയാണ്. വലിയ ഹൈപ്പോട് കൂടി വന്ന ബ്രസീൽ, അതുപോലെ തന്നെ സ്പെയിൻ, പോർച്ചുഗൽ എന്നിവരൊക്കെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രാൻസ് ഒരു മികച്ച വിജയം നേടിയിട്ടുണ്ടെങ്കിലും അവരുടെ പ്രകടനത്തിന്റെ കാര്യത്തിൽ ആരാധകർ അത്ര ഹാപ്പിയല്ല. ഏതായാലും അർജന്റീന ടീമിനെ കുറിച്ച് അമേരിക്കയുടെ പരിശീലകനായ മൗറിസിയോ പോച്ചറ്റിനോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ ഫേവറേറ്റുകൾ അത് അർജന്റീന തന്നെയാണ്. അതായത് ഈ വേൾഡ് കപ്പിൽ നിർബന്ധമായും തോൽപ്പിക്കേണ്ട ടീം അത് അർജന്റീന തന്നെയാണ്. പ്രധാന എതിരാളികൾ അർജന്റീന തന്നെയാണ് എന്നാണ് പോച്ചറ്റിനോ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അർജന്റീന, സ്പെയിൻ എന്നീ ടീമുകളിൽ ഏത് ടീമിനെ നേരിടാനാണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അർജന്റീനയേക്കാൾ നല്ലത് സ്പെയിനാണ് എന്നാണ് പോച്ചറ്റിനോ മറുപടി പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം ഒരു അർജന്റീനക്കാരൻ കൂടിയാണ്. ഏതായാലും പോച്ചറ്റിനോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സി മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള താരമാണ്. അദ്ദേഹം ഇമ്പോസിബിളായ ഒന്നാണ്. അദ്ദേഹത്തെ വിവരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്നും തികയാതെ വരും. അദ്ദേഹത്തെ കാണുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ലോക ചാമ്പ്യന്മാരായ ആ താരങ്ങളെയും അവരുടെ കോച്ചിങ് സ്റ്റാഫിനെയും ആരാധകരെയും ഒക്കെ കാണുന്നത് അതിശയകരമായ ഒരു കാര്യമാണ്. കമന്റേറ്റർമാരുടെ ശബ്ദത്തേക്കാൾ കൂടുതൽ ആരാധകരുടെ ആർപ്പുവിളികൾ കേൾക്കാൻ കഴിഞ്ഞ ഒരേ ഒരു മത്സരം അത് അർജന്റീനയുടെ മത്സരമായിരുന്നു. അർജന്റീന തന്നെയാണ് തോൽപ്പിക്കേണ്ട പ്രധാനപ്പെട്ട എതിരാളികൾ. അവർ തന്നെയാണ് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും വലിയ ഫേവറേറ്റുകൾ. ആദ്യ മത്സരം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. പക്ഷെ അർജന്റീനക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല എന്നുള്ളത് അവർ ആദ്യ മത്സരത്തിൽ തെളിയിച്ചു കഴിഞ്ഞു. അർജന്റീനയെയോ സ്പെയിനിനെയോ നേരിടുന്നതിൽ എനിക്ക് ചില വൈകാരിക കാരണങ്ങളാൽ സ്പെയിനിനെ ലഭിക്കുന്നതാണ് ഇഷ്ടം. അർജന്റീനയേക്കാൾ നല്ലത് സ്പെയിനാണ്. കാരണം ഞാൻ അർജന്റീനയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആരെ ലഭിച്ചാലും അവരെ നേരിടാൻ ഞാൻ തയ്യാറായിരിക്കും. ഇതാണ് അമേരിക്കയുടെ പരിശീലകനായ മൗറിസിയോ പോച്ചറ്റിനോ പറഞ്ഞിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം അമേരിക്ക നടത്തിയിരുന്നു. 1-4 ഗോളുകൾക്ക് പരാഗ്വയെ അവർ പരാജയപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ഓസ്ട്രേലിയയാണ് അമേരിക്കയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.